സംസ്ഥാന മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വിളിക്കാൻ തീരുമാനം. ഉച്ചയ്ക്ക് 1 മണിക്ക് KPCC ആസ്ഥാനത്ത് ഇന്ദിരാഭവനിലായിരിക്കും യോഗമെന്നാണ് വിവരം. എല്ലാ MLA-മാരോടും രാവിലെ തന്നെ തിരുവനന്തപുരത്ത് എത്താൻ നിർദ്ദേശം നൽകി. MLA-മാരുടെ സൗകര്യം കണക്കിലെടുത്താകും അന്തിമ തീരുമാനം. വടക്കൻ ജില്ലകളിൽ നിന്ന് നേതാക്കൾക്ക് രാവിലെ തിരുവനന്തപുരത്ത് എത്തേണ്ടതിന്റെ ബുദ്ധിമുട്ട് നേതൃത്വം കണക്കിലെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകളെല്ലാം പൂർത്തിയായെന്നും പ്രഖ്യാപനം ഉണ്ടാകുമെന്നും AICC മാധ്യമ വിഭാഗം ജനറൽ സെക്രട്ടറി ജയറാം രമേശ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള നിർണായക യോഗം പൂർത്തിയായി. അരമണിക്കൂറിന് ശേഷമാണ് അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ജയറാം രമേശ് പറഞ്ഞത്. ഘടകകക്ഷികളുമായി നേതാക്കൾ വീണ്ടും സംസാരിക്കുമെന്നാണ് സൂചന. AK ആന്റണിയും കൊടിക്കുന്നിൽ സുരേഷുമായും ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധി ഫോണിൽ സംസാരിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുമായി സംസാരിച്ച ശേഷമാകും ഇന്ന് പ്രഖ്യാപനം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന 3 നേതാക്കളെയും ഉൾക്കൊണ്ടുള്ള ഫോർമുലയാകും ഹൈക്കമാൻഡ് അവതരിപ്പിക്കുക എന്നാണ് വിവരം. പൂർണ്ണ പ്രതീക്ഷയിലാണ് 3 നേതാക്കളുടെയും ക്യാമ്പുകൾ. തങ്ങൾക്ക് അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് KC വേണുഗോപാലിന്റെയും VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും അനുയായികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനിടെ ഡൽഹിയിൽ തുടരുന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വസതിക്ക് മുന്നിൽ 2 പോസ്റ്ററുകൾ ഉയർന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള മറ്റു നേതാക്കളുടെ ചിത്രങ്ങളൊന്നും പോസ്റ്ററിലില്ല. എന്നാൽ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തെക്കുറിച്ച് ഹൈക്കമാൻഡ് തീരുമാനത്തിന് ശേഷം പ്രതികരിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.